വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്ത യേശുവിനെ ഏതാണ്ട് 8 മണിക്കൂറിനുള്ളിൽ 6 ഇടങ്ങളിൽ വിസ്തരിച്ച് നീതിമാൻ എന്ന് കണ്ടിട്ടും കൊലപാതകിയായി മുദ്രകുത്തി ക്രൂശിൽ തറച്ചതായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മഹാപുരോഹിതനായിരുന്ന ഹന്നാവ്, ആ ആണ്ടത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യഫാവ്, സന്നിധിയും സംഘം, റോമൻ ഭരണാധികാരിയായിരുന്ന പീലാത്തോസ്, ഗലീലയിലെ ഭരണാധികാരിയായിരുന്ന ഹെരോദാവ്, അവസാനമായി വീണ്ടും പീലാത്തോസിൻ്റെ മുൻപിലും യേശുവിന് കുറ്റവാളിയായി നിൽക്കേണ്ടി വന്നു. കൈസരുടെ സ്തുതിപാഠകന്മാർക്ക് മാത്രമായിരുന്നു അന്ന് മഹാപുരോഹിത സ്ഥാനം നൽകപ്പെട്ടിരുന്നത്. അങ്ങനെ ലഭിച്ച മഹാപുരോഹിത സ്ഥാനത്ത് ഹന്നാവ് ഏതാണ്ട് 10 വർഷമാണ് പുരോഹിതനായിരുന്നത്. തുടർന്ന് ഹന്നാവിൻ്റെ 4 ആൺമക്കളും മരുമകൻ കയ്യഫാവും കൊച്ചുമകനും മഹാപുരോഹിത സ്ഥാനം കൈയടക്കി വാണിരുന്നു. അങ്ങനെ കൈസരെ സ്തുതിച്ചു പാടി മഹാപുരോഹിത സ്ഥാനം കുടുംബത്തിൻ്റെ കുത്തകയാക്കി. AD 17 മുതൽ 36 വരെ കയ്യഫാവായിരുന്നു മഹാപുരോഹിതൻ. ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാർക്ക് ആലോചന നൽകിയത് കയ്യഫാവായിരുന്നു. യോഹന്നാൻ 18:14 വാക്യം. യേശു മരിക്കണമെന്ന് മുന്നമേ ആലോചന നൽകിയിരുന്ന കയ്യഫാവാണ് യേശുവിനെ വിസ്തരിച്ചവരിൽ ഒരാൾ. EM ബ്ലേക്ക് ലോക്ക് എന്ന പണ്ഡിതൻ കയ്യഫാവിനെക്കുറിച്ച് ദുഷ്ടനായ മഹാപുരോഹിതൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നും ദുഷ്ടത പ്രവർത്തിക്കുന്ന മഹാപുരോഹിതന്മാർ ഉണ്ട്. പത്രമാധ്യമങ്ങളിൽ കൂടി അങ്ങനെയുള്ളവരെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്ന് നാം കാണുന്നുണ്ടല്ലോ. മഹാപുരോഹിത സ്ഥാനം ആദായമാർഗമായിരുന്നു അവർക്ക്. യേശു ദേവാലയത്തിൽ നിന്ന് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കിയത് അവരെ കോപാകുലരാക്കി. യേശു പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം ആണ്, നിങ്ങൾ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കുന്നു. മർക്കോസ് 11:15 മുതൽ 18 വരെ. ഈ സംഭവത്തെ തുടർന്ന് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തിൽ പ്രധാനികളും യേശുവിനെ നശിപ്പിക്കാൻ തക്കം നോക്കി. ലൂക്കോസ് 19:42. അനധികൃതമായി ഉണ്ടാകുന്ന ലാഭം ഇല്ലാതാകുന്നതാണല്ലോ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. മഹാപുരോഹിതന്മാർ ദേവാലയത്തിൽ 2 വിധത്തിലുള്ള തട്ടിപ്പാണ് നടത്തിയിരുന്നത്. യാഗം അർപ്പിക്കുന്ന മൃഗങ്ങൾ ന്യായപ്രമാണപ്രകാരം ഊനമില്ലാത്തതായിരിക്കണം. യാഗമൃഗങ്ങൾ ഊനമില്ലാത്തത് എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ അവയെ യാഗം അർപ്പിക്കുകയുള്ളൂ. സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ മൃഗത്തെ ദേവാലയത്തിൽ നിന്ന് തന്നെ വാങ്ങണം. ദേവാലയത്തിൽ നിന്ന് വാങ്ങുന്ന മൃഗങ്ങൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ 10-15 ഇരട്ടി വില നൽകണം. യാഗമൃഗ വ്യാപാരം നടത്തിയിരുന്നത് മഹാപുരോഹിതൻ്റെ ആൾക്കാരും ആയിരുന്നു. രണ്ടാമത്തെ തട്ടിപ്പ് നാണയ കൈമാറ്റത്തിലായിരുന്നു. രാജ്യത്ത് നിലനിന്നിരുന്ന നാണയം ദേവാലയത്തിൽ സ്വീകരിച്ചിരുന്നില്ല. പകരം ദേവാലയത്തിൻ്റെതായ പ്രത്യേക നാണയം വേണമായിരുന്നു. നാണയ കൈമാറ്റത്തിന് 50% കമ്മീഷൻ ലഭിച്ചിരുന്നു. ഇവിടെ മഹാപുരോഹിതൻ്റെ ആൾക്കാരായിരുന്നു ചുമതല വഹിച്ചിരുന്നത്. യാഗമൃഗത്തെ വിറ്റും നാണയ കൈമാറ്റം നടത്തിയും വലിയ ലാഭമാണ് മഹാപുരോഹിതന്മാർ ഉണ്ടാക്കിയിരുന്നത്. യേശുവിൻ്റെ ആലയ ശുദ്ധീകരണത്തിൽ കൂടി ഇവർക്ക് ലഭിച്ചിരുന്ന ലാഭം ഇല്ലാതായത് അവരെ കോപാകുലരാക്കി. യഹൂദന്മാരുടെ സുപ്രീം കോർട്ടായിരുന്നു സന്നിധിയും സംഘം. 70 ന്യായാധിപന്മാർ അടങ്ങിയ ഈ സംഘത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് മഹാപുരോഹിതന്മാരായിരുന്നു. രാത്രിയിൽ കോടതി കൂടുന്നതിന് അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും സന്നിധിയും സംഘം യേശുവിനെ വിസ്തരിച്ചത് രാത്രിയിലാണ്. തെളിവുകൾക്കായി കള്ളസാക്ഷികളെ വെച്ചു. കള്ളസാക്ഷികൾ പലരും വന്നിട്ടും യേശുവിന് എതിരെയുള്ള കുറ്റം തെളിയിക്കുവാൻ കഴിഞ്ഞില്ല. മത്തായി 26:59 മുതൽ 61 വരെ. ഒടുവിൽ നീ ദൈവപുത്രനാണോ എന്ന ചോദ്യത്തിന് ഞാനാകുന്നു എന്ന യേശുവിൻ്റെ മറുപടിയെ ദൈവദൂഷണം എന്ന് വിളിച്ച് മഹാപുരോഹിതൻ വസ്ത്രം കീറി. മത്തായി 26:65. ഒരു കുറ്റവും ചെയ്യാത്ത യേശുവിനെ മരണയോഗ്യൻ എന്ന് വിധിച്ചു. കോടതിയുടെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് കയ്യഫാവ് യേശുവിനെ കുറ്റം വിധിച്ചത്. ഒരു പുരോഹിതൻ എന്ന നിലയിൽ ചെയ്തിടാത്തതെല്ലാം ചെയ്ത മഹാപുരോഹിതൻ പൗരോഹിത്യത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട്
നേടിയെടുത്ത പദവികളും ലാഭവും യേശുവിൻ്റെ പ്രവൃത്തി മൂലം ഇല്ലാതാകുമെന്ന് കണ്ടപ്പോൾ ഹന്നാവും കൈഭാവും ഒളിഞ്ഞും തെളിഞ്ഞും യേശുവിനെതിരായി പ്രവർത്തിച്ചു. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നിയമങ്ങളും ചട്ടങ്ങളും വ്യാഖ്യാനിച്ചു. തങ്ങളുടെ വാദഗതികൾക്കനുസരിച്ച് യേശുവിൻ്റെ വാക്കുകൾ വ്യാഖ്യാനിച്ചു. തുടർന്ന് യേശുവിനെ ന്യായപ്രമാണ ലംഘകനായി മുദ്രകുത്തി നിരപരാധിയും നീതിമാനുമായിരുന്ന യേശുവിനെ മരണയോഗ്യൻ എന്ന് വിധിച്ചു. നമ്മുടെ പദവികളെ നാം ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? പദവി പണസമ്പാദന മാർഗമായി മാറ്റിയിട്ടുണ്ടോ? സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് നിയമങ്ങളിൽ ചട്ടങ്ങളും മാറ്റിമറിച്ചിട്ടുണ്ടോ? എങ്കിൽ നാമും ഓരോ നിമിഷവും യേശുവിനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, എനിക്ക് ലഭിച്ച പദവികളെ ദുരുപയോഗം ചെയ്ത് നിന്നെ ക്രൂശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ ഒരിക്കലും അനുവദിക്കരുതേ. ആമേൻ.